ഹത്രാസിൽ प्रियंका गांधी സംസാരിക്കുകയാണ്. लड़ेंगे और खड़े रहेंगे और जब तक न्याय नहीं होगा तो न वो हमें रोक सकते हैं और न कोई और हमें रोक पाएंगे। और आखिरी बात, परिवार से ये कहा है कि इनको धमका कर इनसे कागज साइन करवाएंगे। योगी जी को समझना चाहिए, धमका कर कागज साइन करवाना चाहते हैं, कोई फर्क नहीं पड़ेगा, कोई कोई शक्ति इनकी आवाज को नहीं दबा सकती। योगी आदित्यनाथ जी को और बीजेपी के सब कार्यकर्ताओं को ये समझना पड़ेगा, ये हिंदुस्तान की आवाज है, ये परिवार की आवाज नहीं है, ये हिंदुस्तान की हर नागरिक की आवाज है, इसको दबाया नहीं जा सकता है। धन्यवाद। ഹത്രാസിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഏത് ശക്തി വിചാരിച്ചാലും ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്മാറുകയില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും പെൺകുട്ടിയുടെ വീട്ടുകാരെ നിർബന്ധിപ്പിച്ച് കേസിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമം ഉണ്ടായി എന്നുകൂടി രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു. मैम क्या बातचीत रहेगी आप लोग? मैम क्या ഹത്രാസിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ ബന്ധുക്കളെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് വരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ജോയ് നായർ വിശദാംശങ്ങളുമായി ചേർന്നു. ജോയ്, എന്ത് പ്രതികരണമാണ് നടത്തിയത് ഇരുവരും? അപർണ, പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ദലിത് പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള 5 അംഗ സംഘം ഇപ്പോൾ മടങ്ങുകയാണ്. എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിലപാടിനെതിരെ നിശ്ചിതമായ വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ UP സർക്കാരും പോലീസും സ്വീകരിച്ച നടപടികളെ രാഹുൽ ഗാന്ധി വിമർശിക്കുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തും. വലിയ ഒരു സുരക്ഷാ സംവിധാനമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു മാധ്യമ പ്രവർത്തകരടക്കമുള്ള ഒരു വലിയ സംഘം തന്നെ അവിടെ ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. ചുരുക്കം ചില വാക്കുകളിൽ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ചും സർക്കാരിന്റെ നിലപാടിനെ വിമർശിക്കുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ എടുത്തു പറയേണ്ട കാര്യം. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സുരക്ഷയടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാകാം അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം വ്യക്തമാക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജോയ് നായർ വിശദാംശങ്ങൾ നൽകിയ ഹത്രാസിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തിരിച്ചു പോകുന്നു. മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എങ്കിലും സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ നടത്തുകയായിരുന്നു ഇരുവരും. പ്രതികരണത്തിലേക്ക് ഒരുക്കി साइन करवाना चाहते हैं, कोई फर्क नहीं पड़ेगा, कोई शक्ति इनकी आवाज को नहीं दबा सकती। योगी आदित्यनाथ जी को और बीजेपी के सब कार्यकर्ताओं को ये समझना पड़ेगा, ये हिंदुस्तान की आवाज है, ये परिवार की आवाज नहीं है, ये हिंदुस्तान की हर नागरिक की आवाज है, इसको दबाया नहीं जा सकता है। धन्यवाद। योगी जी को पूर्णमाകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.